നിന്റെ ഭാര്യ എവിടെടാ? വിടാനല്ലേ പറഞ്ഞേ? വേണ്ട. ഓഹോ, വന്നിട്ടുണ്ടല്ലേ? എന്റെ നാശം കാണാൻ നീ വന്നിട്ടുണ്ടല്ലേ? അല്ലേടി, ഒന്ന് അടങ്ങി നിന്ന്. ഇടില്ല ഞാൻ. മോളെ, വിട്, വിട്. മോളെ, വിടില്ല ഞാൻ. വേണ്ട. കൊല്ലും ഞാൻ. വേണ്ടെന്നല്ലേ പറഞ്ഞേ. മോളെ, നമുക്ക് എല്ലാത്തിനും സമാധാനമില്ല. എന്ത് സമാധാനം? എന്ത് മിണ്ടരുത് നിങ്ങൾ. നിങ്ങളോട് എന്നെ ചതിച്ചേ. നിങ്ങളുടെ വാക്ക് കേട്ടപ്പോ ഞാൻ വിശ്വസിച്ചു പോയി. ഇവൻ എന്റെ ഭർത്താവുമെന്ന്. എന്നിട്ട് ഭർത്താവായോ? ഇനി രമ്യക്ക് ജീവിക്കണ്ട. നീ ഒന്ന് അടങ്ങിക്കേ. പറയുന്നത് കേക്ക്. എനിക്ക് ജീവിക്കണ്ട. ഡോക്ടറെ ഒന്ന് വേഗം. നന്നായിട്ട് പിടിച്ചോണേ. സെഡേഷൻ കഴിയുമ്പോ കൊടുക്കാൻ ഞാൻ കുറച്ച് ടാബ്ലറ്റ്സ് കൂടെ തരാം. ക്ഷീണമുള്ള മെഡിസിന് തൽക്കാലം ജ്യൂസോ മറ്റോ കൊടുത്താ മതി. ഇനി കുട്ടി വയലന്റ് ആവില്ല, മയങ്ങിക്കോളും. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ തന്നെയാണല്ലോ എന്റെ ദൈവമേ. യോ, ഇനി അവള് തലയിൽ ചെമ്പരത്തി പൂ വച്ചോണ്ട് ഇങ്ങോട്ടെങ്ങാനും കയറി വരുന്ന എന്തോ. ആ കൊച്ചിനെ ഈ നിലയിലാക്കിയത് ഞാന്. എന്റെ മോൻ അവക്കുള്ളതാണെന്ന് ഞാൻ വാക്ക് കൊടുത്തല്ലേ. പാവം, അവളത് വിശ്വസിച്ചു. ഇങ്ങനൊരു കൊടും ചതി ഉണ്ടാവുന്നു ഞാൻ കരുതിയോ? ഇനി ഈ ജന്മത്ത് എനിക്കിത് മനസ്സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റുമോ? അമ്മ കരയാതമ്മ. അമ്മയല്ലല്ലോ തെറ്റുകാരി. രാജുവിനെ വശീകരിച്ചെടുത്തത് ഇവിടെ വേറെ ചിലരല്ലേ, അവരനുഭവിച്ചോളും. എന്നെ ആരും വശീകരിച്ചെടുത്തിട്ടില്ല. മറ്റുള്ളവരെ കുത്തി നോക്കുന്നതേ ഒട്ടും ശരിയല്ല, പറഞ്ഞേക്കാം. മാഡം, എനിക്ക് ജോലിക്ക് പോയേ പറ്റൂ. മാഡം അകത്തേക്ക് പൊക്കോ. എന്ത് മഹാപാപോ ദൈവമേ ഞാൻ ചെയ്തത്. അമ്മ, അമ്മ കരയാതമ്മേ. ഇതൊക്കെ നമുക്ക് പറ്റിയ തെറ്റ്. അതിന് കരഞ്ഞിട്ടെന്താ ഫലം? എന്നാലും ആ പാവം പെങ്കുച്ചിനെ. എടീ, നീ ഉൾപ്പെടെ ഇക്കാര്യത്തിൽ ഇവിടെ ആരും ഒരു തെറ്റ് ചെയ്തിട്ടില്ല. നീ വാക്ക് പറഞ്ഞൊന്നും പറഞ്ഞ് വിഷമിക്കുന്ന എന്തിനടി? കല്യാണം നിന്റെ മകനല്ലേ, അവന്റെ ഇഷ്ടമല്ലേ പ്രധാനം.
അച്ഛൻ ന്യായീകരിക്കൊന്നും വേണ്ട. നീ രമ്യയെ ന്യായീകരിക്കാൻ തുടങ്ങിയത് എന്ന് മുതൽക്കാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ആ അതിന്റെ പിന്നിലുള്ള ലക്ഷ്യം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ആ അത് പോട്ടെ, അതിനെ കുറിച്ചൊന്നും ഞാനിപ്പോ പറയുന്നില്ല. എന്നാലും ഒരു സത്യം ഞാൻ പറയാം. രാജു ഈ നിൽക്കുന്ന ഋതികമോളെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നവരല്ലേടി നമ്മളെല്ലാം. പിന്നെ ഏത് കാരണത്തിലായാലും അതിനൊരു തിരുത്തു വരുത്തിയതാണ് തെറ്റ്. ആ തകർന്നു നടക്കുന്ന പെണ്ണിന്റെ ജീവിതത്തിന് ആര് സമാധാനം പറയും? നിങ്ങൾ പറയൂ. അമ്മ, ആരടി അങ്ങോട്ട്? Ha ha ha!